പുതിയ യൂട്യൂബ് ചാനലൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ എന്ന് വന്നിരുന്നേ കേട്ടോ. വലുതായിട്ട് നീട്ടിക്കൊണ്ടു പോകാനൊന്നുമില്ല, ഒരു ചെറിയ കഥ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കഥ തന്നെയാണിത്. വേറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ഒരു കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലമില്ലേ? ചിലർക്ക് ബെഡായിരിക്കാം, ചിലർക്ക് ഈ ഡെസ്കിൽ കസേര അതൊക്കെ ആയിരിക്കാം, ചിലർക്ക് ഈ സാധാ തറയിലിരിക്കുന്നതായിരിക്കാം. എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ബെഡാട്ടോ. ഞാൻ എപ്പോഴും ഉറങ്ങുന്നതുകൊണ്ട് അത് ആയിരിക്കാം. എപ്പോഴും ഉറക്കുന്നില്ല കേട്ടോ. ഞാൻ പടം വരയ്ക്കാറൊക്കെ ചെയ്യുന്നത് ബെഡിൽ വെച്ചായിരിക്കും. ഇവിടെയൊക്കെ കയറിയാലും നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നാലും ആദ്യം കയറിയത് ബെഡിലായിരിക്കും. അങ്ങനെ ബെഡിൽ ഇരിക്കുമ്പം ആഗ്രഹം തോന്നി ഒരു പെയിൻറ്റിങ് ചെയ്താലോ. ഞാൻ ബെഡിലിരുന്ന് പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ പെയിൻറ്റിങ് ആയാലും എഴുതാനാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗേൾസ് മുഖ്യം. ഒരു സ്റ്റേഷനറിക്കട തന്നെ നമ്മളവിടെ നിരത്തിയിടും. പിന്നെ അമ്മ വന്ന് വഴക്ക് പറഞ്ഞിട്ടായിരിക്കും അത് തൂത്തുമായിരിക്കുന്നത്. ചിലർക്ക് മടി കാണുമെന്നേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു മെയിനായിട്ടൊരാളുണ്ട്, ഇറേസർ എന്ന് പറയുന്നത്. മലയാളം മതിയല്ലേ, റബ്ബർ തന്നെ, എനിക്കറിയാം. ആ റബ്ബറാണെങ്കിലോ നമ്മൾ വെച്ചെടുത്ത് കാണത്തില്ല. പിന്നെ നമ്മളവിടെ തപ്പി നമ്മൾ മടുത്തു. പിന്നെ പിറ്റേ ദിവസം വേറെ വല്ല റബ്ബർ മേടിക്കുമ്പോഴായിരിക്കും അവിടെ തന്നെ കാണുന്നത് ആ റബ്ബറുണ്ടെന്ന്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ തപ്പിയതല്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യും. അപ്പം അമ്മ എവിടെന്നെങ്കിലും തപ്പി പിടിച്ചുകൊണ്ട് കണ്ടുവരും. അപ്പോഴത്തേക്ക് നമ്മൾ പുതിയ റബ്ബർ മേടിച്ചു. എന്താല്ലേ, എല്ലാവർക്കും പറ്റിയതായിരിക്കും. നിങ്ങൾക്ക് പറ്റിയല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.